നല്ല വൃത്തിയുണ്ടാകണം. ഒരാളുടെ വൃത്തി ക്ലീൻ അറിയാൻ അവന്റെ ചെരുപ്പിലേക്ക് നോക്കണം എന്നാണ്. അവന്റെ ചെരുപ്പ് ഇപ്പൊ നോക്കണ്ട അല്ലെ, ഗടിപിടിയാക്കണ്ട, പരക്കെല്ലാം പോയിട്ട് നോക്കാം അല്ലെ. ഇല്ലെങ്കിൽ ചെരുപ്പിനെ വലിച്ചിട്ട് അപ്പുറം വെച്ചോളി, ആരും കാണണ്ട. ചെരുപ്പ്, ഒരു മനുഷ്യന്റെ ചെരുപ്പ് അവന്റെ വൃത്തിയെ അറിയിക്കുന്നുള്ളതാണ്. കാരണം നമ്മുടെ കൾച്ചർ, നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോ നമ്മൾ ചെരുപ്പഴിച്ചു വെക്കൽ എങ്ങനെയാണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെരുപ്പ് എങ്ങനെയാണ്. വീട്ടിന്റെ മുറ്റത്ത് ഒരുപാട് ചെരുപ്പുകൾ അപ്പുറപ്പുറമൊക്കെ വീണ് കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടുകാരൻ വൃത്തിയില്ലാത്തവനാണെന്നാണ്. വൃത്തിയുള്ളവർ കാലിൽ ധരിക്കുന്ന ചെരുപ്പ് പോലും വൃത്തിയോടെ സൂക്ഷിക്കുന്നവരാണ് അല്ലേ. നമ്മുടെ ചെരുപ്പ് എങ്ങനെയാണോ, നമ്മൾ ചെരുപ്പിന്റെ വൃത്തി നമ്മുടെ സ്വന്തം കൈ കൊണ്ട് നമ്മുടെ ഷൂ പോളിഷ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ സ്വന്തമായി ചെരുപ്പ് കഴുകിയിട്ടുണ്ടോ, ഉണ്ടോ? നമ്മൾ സ്വന്തമായി ചെയ്യണം. എല്ലാം ഭാര്യയുടെ അവിടെ ചെരുപ്പുണ്ട്, എടുത്തിട്ട് വരച്ചിട്ട് വെക്ക്, അങ്ങനെയല്ല. നമ്മൾ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടു ജോലികൾ, വൃത്തിയാക്കലുകൾ പലതും ഹബീബ് തങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളും അങ്ങനെ കുറേശ്ശെയൊക്കെ ചെയ്യണം. പെണ്ണുങ്ങളുടെ വൃത്തി എന്ന് പറഞ്ഞാല് കിച്ചന് വൃത്തി ഉണ്ടാകണം. ടോയ്ലറ്റും കിച്ചനും വൃത്തിയുണ്ടെങ്കിൽ ആ പരക്കാരത്തി വൃത്തിയുള്ളോള് എന്നാണ് അർത്ഥം. ഇന്ന് വീട്ടിൽ ഏറ്റവും വൃത്തിയില്ലാത്ത ഇടം ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ, കിച്ചൻ. ബിർന്നർ വന്നെങ്കിൽ പെണ്ണുങ്ങ പറയൂ, ഇപ്പൊ കൈറ്റല്ല ഒത്തരാക്കാൻ കീഞ്ഞത്ര അപ്പണിങ്ങ വന്നേ. ഇത് എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും വരുമ്പോ എപ്പോഴും പാത്രം ഇങ്ങനെ ബാസിന്റെ കുണ്ടിൽ വീണ്ടിട്ടുണ്ടാകും. ആരെങ്കിലും വരുമ്പോ പറയാനൊരു ഡയലോഗ് വേണ്ടേ, ഞാൻ ഇപ്പൊ ഒത്തരാക്കാന്ന് പറഞ്ഞിട്ട് ഈ കിടാക്കൊണ്ടല്ല വലിച്ചിട്ടിട്ട് കിടാക്കൊക്കെ ദൂറും. കിടാക്ക ഇട്ടിട്ട് 3 നാളായി കളിച്ചിട്ട് എടുത്തു വെച്ചിട്ടില്ല. ആരെങ്കിലും പേര് കിടാക്ക. ആ രൂപത്തിലാവരുത്, വൃത്തിയുണ്ടാകണം. വീട് മാത്രമല്ല, നിങ്ങൾ യഹൂദികളോട് നിങ്ങൾ മാറ് കാണിക്കണം. യഹൂദികൾ വീട് മാത്രം വൃത്തിയാക്കുന്നവരും പരിസരം വളരെ വൃത്തിഹീനമായ അന്തരീക്ഷവുമാണ്. അല്ല, വീട് വൃത്തിയായ പോലെ വീടിന്റെ പരിസരങ്ങളും വൃത്തിയാകണമെന്നുള്ളതാണ്. വീടിന്റെ പരിസരം വൃത്തിയുള്ളതായാൽ റഹ്മത്തിന്റെ മാലാഖമാർ ആ വീട്ടിലേക്ക് അടുത്തു വരുന്നതാണ്. റഹ്മത്തിന്റെ മലക്കുകൾ വരണമെങ്കിൽ വീടും പരിസരവും വൃത്തിയുണ്ടാകണം. 2 വൃത്തിയും കൂട്ടി വായിക്കണം. നമ്മൾ വീടും പരിസരവും ബാഹ്യമായ വൃത്തിയുണ്ടാകണം. നമ്മളെ വീട് ബാഡ് സ്മെല്ലാണോ അതല്ല നല്ല സുഗന്ധവാസ നമുക്കറിയാൻ കഴിയില്ല. നമുക്ക് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ, ചില ആള് ചില പരക്ക് പോയെങ്കിൽ രണ്ടാമത് പോയാല മത്തി തുയ്ക്കുന്നതിൽ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ചില വീട്ടിലേക്ക് പോയാൽ ആടെയും കോയിക്കാഷ്ടം, ഇവിടെയും കോയിക്കാഷ്ടം. കോയിനല്ലാത്ത സുബുദ്ധീക്ക് നിങ്ങൾ കോയിനെ കുറ്റം പറയണ്ട. ഹബീബുനാ റസൂലുള്ളാഹ് വീട്ടിൽ കോഴി ബറക്കത്താണ്. കോഴി ഉണ്ടാക്കണം. അത് പൂവൻ കോഴിയായാൽ നല്ലത്, അതിലും വെളുത്ത കോഴിയായാൽ അതിനെക്കാട്ടിയും നല്ലത്. കണ്ണേറുകൾ തടുക്കാൻ, ഉപദ്രവങ്ങൾ തടുക്കാൻ, വീട്ടുകാർക്കുണ്ടാകുന്ന മുസീബത്തുകൾ തടുക്കാൻ ചിലപ്പോ കോഴി ഉപകാരപ്പെട്ടെന്ന് വന്നേക്കാം. എന്തെങ്കിലും ഒരു ജീവി വീട്ടിലുണ്ടാകുന്നത് നല്ലതാണ്. അത് കോഴിയോ പ്രാവോ മറ്റേതുമാകട്ടെ, എന്തെങ്കിലും ഒരു പൂച്ചയോ എന്തെങ്കിലും ഒരു ജീവി വീട്ടിലുണ്ടാകുന്നത് നല്ലതാണ്. നായ നജസല്ലാന്ന് പുതിയ യൂട്യൂബേഴ്സിന്റെ ഫത്വയൊക്കെ കണ്ടു. അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അല്ലെ, നായിന്റെ ബായ് മാത്രം നജസ്, നാവ് മാത്രം നജസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചില ഫത്വക്കാർ, യൂട്യൂബേഴ്സ്, ബ്ലോഗർമാർ ഇറങ്ങി പുറപ്പെട്ട കാലമാണ്. അങ്ങനെയൊന്നുമല്ല. മഹാന്മാർ നമ്മൾ മദ്രസയിൽ നിന്ന്, കിതാബിൽ നിന്ന് പഠിച്ചെടുത്ത ആശയമാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്. അതല്ലാതെ ഈ വ്യത്യസ്തങ്ങളായി ദീനിനെ ഫസാദാക്കുന്ന ആളുകളിൽ നിന്നല്ല ദീൻ പഠിക്കേണ്ടത്. ഇതുമാകട്ടെ, വീട്ടിൽ കോഴി ഉണ്ടാകണം. കോഴിയുണ്ട്, ആടുണ്ട്, വിരോധമല്ല. ആട് വളർത്തൽ നല്ലതാണ്. പക്ഷെ മറ്റോന് ബുദ്ധിമുട്ടാവരുത് നമ്മുടെ കോഴി, മറ്റോന് അടങ്ങേറാവരുത് നമ്മുടെ ആട്. മാത്രമല്ല, വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് ദുർവാസന ഉണ്ടാക്കുന്ന ഒന്ന്, ആ രൂപത്തിൽ നമ്മുടെ ആട് വളർത്തലാവരുത്, നമ്മുടെ കോഴി വളർത്തലാവരുത്. നല്ല വൃത്തിയോടെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. വൃത്തിയോടെ സൂക്ഷിക്കണമെന്നാലേ ഇതിലൊക്കെ നന്മയുള്ളൂ. വൃത്തിയാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയാകണം. വീട്ടില് പൂവിന്റെ ചെടി നടുന്നത് പെണ്ണുങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഇവിടെ നഴ്സറി ഉണ്ടെങ്കിൽ പറയൂ, 1 വാങ്ങണം, 2 വാങ്ങണം. കൂലിയുള്ളതാണ്. വെള്ളമൊഴിക്കണം, പൂച്ചെടികൾ വളർത്തിയെടുക്കണം.
കൃഷികൾ ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ ഖൈറാണ്, അതൊക്കെ ബറക്കത്താണ്. പക്ഷെ അതിന്റെ കൂടെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകാതെ ഉണങ്ങി വീട്ടിൽ ബാക്കിയായാൽ ആ വീട്ടുകാർക്ക് ബറക്കത്തില്ല. പൂച്ചെടി ഉണ്ടായിട്ട് കാര്യമില്ല. അല്ല, ഒരുപാട് പൂന്റെ അവിടെ തൂക്കിയിട്ടതും സിറ്റ് ഔട്ടിൽ വേറെ വെച്ചതും നട്ടുപിടിപ്പിച്ചത് വേറെയും, അങ്ങനെ എന്തുണ്ടായിട്ടും കാര്യമില്ല. വീട്ടിൽ കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഉണങ്ങുന്നതിന് മുമ്പ് രാത്രിയുടെ പാത്രം രാത്രി, രാവിലെയുടെ പാത്രം രാവിലെ, ഇതൊക്കെ നമ്മൾ കഴുകണം. ആര് കഴുകണം? ഞാൻ പെണ്ണുങ്ങൾ തന്നെ പറയുന്നില്ല, പെണ്ണുങ്ങൾ തന്നെ പറയാൻ പറ്റും നമുക്ക്, നമ്മളും കൂടെ ഉണ്ട്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കാത്തുക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് നിൽക്കുമ്പോ അപ്പുറത്ത് ബസ്സിന് കാക്കുന്ന പെണ്ണും കണ്ട് അതാ പെണ്ണുങ്ങളെ പറയുന്ന ഉസ്താദാടെ. ഞാൻ കേട്ട് അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, തല്ലാത്ത ഭാഗ്യം 4-5 പെണ്ണുങ്ങളുണ്ട് അപ്പുറം ഇപ്പുറം ഒക്കെ. അതുകൊണ്ട് പെണ്ണുങ്ങളെ മാത്രല്ല, പാത്രം കഴുകൽ ആണിനും ചെയ്യാം. മക്കളെ നോക്കണം, വൃത്തിയാക്കണം, ഭക്ഷണം ഉണ്ടാക്കണം. ഒരു നേരത്തെ പാത്രം കഴുകിയ ഒന്നും ഇവിടെ നഷ്ടപ്പെടാനില്ല. എന്തെങ്കിലും പോവോ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ആ വീട്ടിൽ അത് കഴുകിയിരിക്കണം. ഇനിയിപ്പോ ജമിയത്തുൽ മുത്തല്ലിമിന്റെ പരിപാടി വെച്ചിട്ട് ഉസ്താദുമാർ എന്നെ പറയണ്ട, ഞങ്ങളെ കൊണ്ട് പാത്രം കഴിപ്പിക്കാൻ പറഞ്ഞിട്ട് ഉസ്താദ് പോയി എന്ന് പറയുന്നും പറയാൻ നിൽക്കണ്ട. പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആ വീട്ടിന്റെ വൃത്തി. പെണ്ണിന് കഴിയുമെങ്കിൽ പെണ്ണ്, ആണിന് കഴിയുമെങ്കിൽ ആണ്, ചെറിയവർക്ക് കഴിയുമെങ്കിൽ അവർ, വലിയവർക്ക് കഴിയുമെങ്കിൽ അവർ. ആരെയും കാത്തിരിക്കേണ്ടതില്ല. പള്ളിയിൽ വീണ കാട്ടം പെറുക്കിയെടുക്കാന് മുഅദ്ദിൻ ഉസ്താദിനെ കാത്തു നിൽക്കുന്നവരുണ്ട്. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കുന്ന കമ്മിറ്റിക്കാരുണ്ട്. ഇതെന്ത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതെന്ത് എന്ന് ചോദിക്കുമ്പോ തിരിച്ചു ചോദിക്കണം, നിങ്ങൾക്ക് എന്താ കണ്ണ് കാണുന്നില്ലേ, വേറെ പണി നോക്കിട്ട് വെക്കണം അപ്പുറത്ത് വേറെ. അങ്ങനെയല്ല, കണ്ടത് പെറുക്കിയെടുക്കല് അത് നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ കടമയാണ്, നമ്മളത് ചെയ്യണം. വീട്ടിലും അങ്ങനെ തന്നെ. എന്തെങ്കിലുമൊക്കെ മ്ലേച്ഛമായത് കണ്ട നീ എന്ത് ഇങ്ങനെ അങ്ങനെ പറഞ്ഞ അവരെ ചീത്ത പറയാ, അവരുപ്പാനെ പറയാ, അങ്ങനെയൊന്നുമല്ല വേണ്ടത്. നമ്മളും കൂടി ചെയ്തു കൊടുക്കുക. ഭാര്യയോട് പറയാ, ഞാനും നീ ഒന്ന് 2 ബെഡ്റൂം നീ, ഹോളും കിച്ചനും നീ, അതും പുറവുള്ളൂ ഞാന്, ഇങ്ങനെയൊക്കെ വീതിച്ചെടുത്ത് ഒന്നിച്ചോടി വൃത്തിയാക്കിയിട്ട് ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ചിരുന്ന് ദുആ ചെയ്ത്, ഒരുമിച്ചിരുന്ന് ദിക്റുകൾ ചൊല്ലി, അങ്ങനെയായാൽ ആ കുടുംബത്തിൽ അല്ലാഹു വലിയ ബറക്കത്തുകൾ ചൊരിയുമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണം. അല്ലാഹ് നല്ല വൃത്തിയുണ്ടാകണം. ചില സ്ഥലത്തെല്ലാം പോയി നോക്കുമ്പോ പ്ലേറ്റ് 2 മാസം മുന്നേ കഴുകി വെച്ചത് അങ്ങനെ എടുത്തിട്ട് കൊടുക്കുന്ന ഉസ്താദിനെ, തങ്ങൾക്ക് ആർക്കാണെങ്കിലും, ആണോ പെണ്ണ് ആരും അങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുന്നത് അല്ല, കഴുകി വെക്കണം. മൗലിദിനെല്ലാം പോയെടുത്ത് ചില പുരയിലെല്ലാം കാണാം ഈത്തപ്പയെല്ലാം കൊണ്ടുപോയി വെക്കണം. ഈത്തപ്പഴം ഇവിടെന്താ പറയുന്നത്? ഈത്തപ്പഴത്തിനല്ലേ അറിയാലേ? ഈത്തപ്പഴം എന്താ മുണ്ടുന്നില്ല, അർത്ഥന്നില്ലേ? സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇത്രല്ലോ ഭാഷയിലും പറഞ്ഞിട്ട് അർത്ഥമില്ല, മനസ്സിലാകുന്നില്ല. അതാ പുള്ളർ എന്നെ ചെല്ലാൻ തുടങ്ങി, മനസ്സിലാകുന്നത് ഞാൻ ഓർക്ക് മനസ്സിലാകുന്നില്ല. ഈത്തപ്പഴം ഖൈറാൻ, ബഹുമാനിക്കപ്പെടേണ്ട ഒന്നാണ് ഈത്തപ്പഴം. വലിയ ആദരവുള്ളതാണ് ഈത്തപ്പഴം. ഹബീബ് തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, അല്ല റസൂലേ, ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവർക്ക് എന്ത് കൊടുക്കണം? ഹബീബ് തങ്ങൾ പറഞ്ഞു, അല്ലബനുവത്തംറു, ഈത്തപ്പഴം കാരക്കയും പാലുമാണ് കൊടുക്കേണ്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്ന ഗസ്റ്റുകൾക്ക്, അതിഥികൾക്ക് കൊടുക്കേണ്ടത് പാലും ഈത്തപ്പഴമാണ്, പാലും കാരക്കയുമാണ്. പാലും കാരക്കയും കൊടുക്കുക. വീട്ടിലേക്ക് വന്ന ഗസ്റ്റുകൾക്ക് കുടിക്കാൻ കൊടുക്കുക. അതിഥി സൽക്കാരം ഇസ്ലാമിന്റെ ഈമാനിന്റെ ഭാഗമാണ്. അതിഥി സൽക്കാരം എന്നുള്ളത് വന്നപാടെ ഹനഫികളൊക്കെ കൂടുതലുള്ള ഏരിയയിൽ കാണാം. ആദ്യം അവർ വെള്ളം, അതിന്റെ കൂടെ മധുര പലഹാരം, അതീത്തപ്പഴമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒന്ന്, അങ്ങനെയൊക്കെ വന്നപാടെ ഒഴിച്ചു കൊടുക്കുന്ന ചില വെള്ളമാണ്, അല്ലെങ്കിൽ നല്ല പാല്, ഇതെല്ലാം അവർ കൊടുക്കൽ. നമ്മളെ ഈ ഭാഗത്തല്ല എങ്ങനെയെന്ന് അറിയില്ല, ചില നാട്ടിലല്ല എങ്ങനെയെന്ന് ചോദിച്ചെങ്കിൽ കുടിക്കാനാകട്ടെ 11 ഒരു ദിക്ർ പോലെ ശരിക്കും ആക്കുന്ന വിഷയത്തിലേ ഇല്ല. അല്ല, ഇരിക്കുന്ന കുടിക്കാനാക്കുന്ന എന്താവും? 5 സ്റ്റാർ ഹോട്ടലിൽ പോയ പോലെ ചൂടാ, വാർലിക്സ, ബൂസ്റ്റ, ജ്യൂസ, കേൾക്കുന്ന കണ്ടതിരിക്കും എല്ലാം ഫ്രഷ് റെഡി. രാഷ്ട്രീയം പാലില്ല, ലിംബയില്ല, എന്തായി എന്തെങ്കിലും ഒരു വെള്ളം, അതുവാ കാമണിക്കൂർ കാക്കണം. ഓന്റെ മംഗലം, ഓൻ ഗടിപിടിയിലുള്ള മംഗലം വിളിക്കാൻ മോനെ അർജന്റിലുള്ള ഇതിന് കാത്തിരുന്നങ്ങാവോ? ഈ വന്നപാടൻ 1/2 മണിക്കൂർ ഡീറ്റെയിൽസ് കേൾക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പണി, ശമ്പളം എത്രയുണ്ട്? മംഗലം വിളിക്കാൻ പോയിട്ട് ഓന് ഗടിപിടിയിൽ ഭായി ഓന്റെ ശമ്പളം അറിയണം. എത്ര പൊന്നിടും പെണ്ണിന്റെ പാർട്ടിക്കാരെന്ന് ചെല്ലിന
ഇല്ലേ? ഓളെ ഇഞ്ഞാക്ക് എത്ര ഇട്ടിരുന്നെന്ന് അറിയോ? ഇവിടുത്തെ പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങൾ, കുറെ ഉണ്ട് പെണ്ണുങ്ങൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ അങ്ങോട്ടല്ല അങ്ങനെയാണ്, എല്ലാം ചോദിച്ചിട്ട് ഡീറ്റെയിൽസ് പെറുക്കിയെടുത്തിട്ട് പിന്നെ കണക്ക് വെക്കുന്ന ഒരാൾക്ക് എല്ലാം അറിയണം. ആർക്ക് എത്ര ശമ്പളം ഉണ്ട്, എത്ര ഭരയുണ്ട്, ഏതെല്ലാം ഉണ്ട്, സ്വത്തുണ്ട്, എല്ലാം അറിയണം. അങ്ങനെ ചോദിച്ച് ചുഴിഞ്ഞന്വേഷണം നല്ലതല്ല. ഏത് മകട്ടെ ഗസ്റ്റുകൾക്ക് വന്നാൽ ആദ്യമായി എന്തെങ്കിലും അങ്ങനെ കൊടുക്കൽ, വെള്ളമോ പാലോ ഭക്ഷണമോ. ഹബീബ് തങ്ങൾ അതിന്റെ കൂടെ പറഞ്ഞതല്ല അമ്പലോ തമ്രു, പാലും കാരക്കയുമാണ് കൊടുക്കേണ്ടത്. മുഹമ്മദ് പഞ്ചലടുത്ത് മൗലൂദിനെല്ലാം പോയെങ്കിൽ കാണാം തവിക്കല് ഗമ്മിട്ട പോലത്തെ ഈത്തപ്പഴം ഒന്നൊന്നിനെ പിടിച്ചിട്ട് വലിക്കണമെങ്കിൽ യുദ്ധം ആക്കണം. അപ്പുറം ഇപ്പുറം പറ്റിയിട്ട് തമ്മിലെല്ലാം പറ്റിയിട്ട് തൊട്ടെങ്കിലും കയ്യിലും മൂക്കിലും വായിലെല്ലാം. അതിന്റെ മുകളിൽ സീർണിയാക്കാൻ വേണ്ടിട്ട് പഞ്ചാര പേർന്നു സുറൂൻ രണ്ടാമത്. ഈ ഒരു ഈത്തപ്പഴത്തിന് എടുക്കാനേ കിട്ടുന്നില്ല. വലിച്ചു കുടിച്ചിട്ട് അത് പാക്കറ്റിൽ വന്നവരെ അട്ടി പോലെ കുത്തിയിട്ട് പൊടിയാക്കി ഇട്ടിട്ട് അതിന്റെ മുകൾക്ക് മറ്റേ പഞ്ചാരെല്ലാം പേറിയിട്ട് ഇടുണ്ട്. അങ്ങനെ ഈത്തപ്പഴത്തിന്റെ മുകൾക്ക് പഞ്ചാര പേറി ഉണ്ടാ ഇല്ല? ഭയങ്കര പേടിയുണ്ട് പെണ്ണുങ്ങളെ. ബേഞ്ചൊന്നും ഇല്ലാന്ന് എന്തെങ്കിലും അപ്പുറത്ത് നാളെ പോയിട്ട് പെറുക്കണല്ല. നാട്ടേതെല്ലാം ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. അങ്ങനെയല്ല, ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കുന്നു. നല്ലൊരു ഈത്തപ്പഴം വാങ്ങാൻ മനസ്സ് കാണിക്കുന്നില്ല. നല്ല ഈത്തപ്പഴം അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് പാലാണ്. ഈ പാല് ചൂടാക്കുക എന്നെല്ലാം പറഞ്ഞ ഹൈന്ദവ സംസ്കാര വാസ്തു നിമിത്തമല്ല. പാല് ഹബീബ് തങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ല ഭക്ഷണമായ പാലാണ്. പാലാണ് ഏറ്റവും നല്ലത്. നാടൻ പാലാണ് അല്ലെ? നമ്മൾ ഈ പാക്കറ്റ് പാലുകളെ പറ്റി അങ്ങനെ പറയാൻ കഴിയുമെന്നറിയില്ല. നാടൻ പാലുകൾ നമ്മുടെ മക്കൾക്ക്, പെൺമക്കൾക്കൊക്കെ, കല്യാണപ്രായമെത്തിയ മക്കൾക്കൊക്കെ നാടൻ പാലുകൾ ഓരോ ഗ്ലാസെങ്കിലും ഓരോ ദിവസം കുടിപ്പിക്കുന്ന നല്ലതാണ്. കൈകാല് കടച്ചിലുകൾക്ക്, കാൽസ്യമിന്റെ കുറവുകൾക്ക്, മറ്റു പല രോഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരാശ്വാസമാണ് നാടൻ പാല്. നാടൻ പാല് കുടിക്കണം. ഇപ്പോൾ നമ്മളെ ഈ പുതിയ ആധുനിക മക്കളൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. ഏതുമാകട്ടെ പാല് നല്ലതാണ്, ഈത്തപ്പഴം നല്ലതാണ്. നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാളെ ഷുഗറിനോറെല്ലാം ഭാര്യ വലിച്ചിട്ട് ഉസ്താദ് പറഞ്ഞില്ല ഈത്തപ്പഴം കൊണ്ടാന്ന് പറഞ്ഞ് തിന്നാൻ നിൽക്കണ്ട. ആരോഗ്യമായി കൺട്രോൾ ചെയ്യുന്നവർ അവരാരുടെ കൺട്രോൾ പോലെ മുന്നോട്ട് പോകട്ടെ. ഏതുമാകട്ടെ വീട് വൃത്തിയാകണം, വീടിന്റെ പരിസരങ്ങൾ വൃത്തിയായിരിക്കണം, ബാത്റൂമുകൾ വൃത്തിയായിരിക്കണം. ബാത്റൂമുകളിലല്ല വസ്ത്രങ്ങൾ വെക്കേണ്ടത്. അങ്ങനെയുണ്ടാ? വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ബാത്റൂമിൽ ഇടാം. 2 ദിവസം കഴിഞ്ഞ് അലക്കുമ്പോ ബാത്റൂമിൽ നിന്ന് കൊണ്ടുപോയിട്ട് അലക്കുക. സമ്പ്രദായം നല്ലതല്ല. മഹാന്മാര് പറയുന്നുണ്ട്, ഇബ്ലീസ് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ബാത്റൂമുകളിലിട്ട മനുഷ്യ വസ്ത്രങ്ങളിൽ അവർ കയറിക്കൂടുകയും അതിലവര് മൂത്രമൊഴിക്കുകയും അതിലവര് പെരുമാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ബാത്റൂമുകൾ ബ്രഷ് വെക്കേണ്ട ഇടമല്ല. ബാത്റൂമുകൾ ഡ്രസ്സുകൾ മാറ്റിയിടേണ്ട ഇടമല്ല. അതിന് ബാത്റൂമല്ല. വസ്ത്രം വെക്കേണ്ട ഇടം വേറെ, നമ്മൾ പല്ല് തേക്കാൻ ബ്രഷ് വെക്കേണ്ട ഇടം വേറെ. ഓരോന്നിനും ഓരോ ഇടങ്ങളുണ്ട്. ബാത്റൂമിൽ പോയി കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടുള്ളതല്ല. ബാത്റൂമിൽ പോയി എത്രയും പെട്ടെന്ന് ആവശ്യം പൂർത്തിയാക്കി അവിടെ നിന്ന് വരണം. ഇപ്പൊ ചില ആള് ടോയ്ലറ്റിലെല്ലാം പോയെങ്കിൽ വരുന്ന ശുദ്ധിയില്ല. വെള്ളളക്കണമെങ്കിൽ ആരെങ്കിലും വാതിൽക്ക് മുട്ടും എന്ന് പറഞ്ഞിട്ട് വെള്ളളക്കണമെങ്കിൽ ആരെങ്കിലും വാതിലിൽ മുട്ടണം. പിന്നെ പള്ളിന്റെ വാതിലിൽ മുട്ടണമെന്നില്ല. മെല്ലെ നോക്കി എല്ലാം കാണുന്നു. ചില പള്ളിന്റെ മദ്രസിന്റെ എല്ലാം കക്കൂസെന്നെല്ലാം പറഞ്ഞെങ്കിൽ വാതില് വലിയ തോള വലിയ ഓട്ട, പാട്ടുണ്ടെങ്കിൽ ബാധില്ല, ബാധി ഉണ്ടെങ്കിൽ പാട്ടയില്ല, രണ്ടുണ്ടെങ്കിൽ വെള്ളമില്ല. ഇങ്ങനത്തെയാണ് ചില സ്ഥലത്തെല്ലാം. മെല്ലെ നോക്കിയെങ്കിൽ കക്കൂസിന്റെ അപ്പുറത്തെ ഫരണ്ടോന്റെ കക്കൂസും കാണുന്ന പോലത്തെ ഇടൊന്നും അങ്ങനെ ഉണ്ടാവൂല. അത്രയും വൃത്തിഹീനമാണ്. അല്ല, പള്ളി പോലെ വൃത്തിയാക്കണം ബാത്റൂമുകൾ, കക്കൂസുകൾ. എന്തിനാണ്? ഈ പള്ളിയിൽ വരുന്നവരുടെ മേത്ത് നജസ് ഉണ്ടാവരുത്. ഇമാമ ജമാഅത്ത് നഷ്ടപ്പെടാൻ, നിസ്കാരം നഷ്ടപ്പെടാൻ അത് കാരണമാകുന്നു. അങ്ങനെയാണ്. ഏതാകട്ടെ ബാത്റൂമിലെല്ലാം പോയെങ്കിൽ ചില ആളിങ്ങനെ വാട്സപ്പില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമില് നല്ല ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പുതിയ ഐഡിയ അവർ നങ്ങാടന്നെ വിതിരിക്കണോ ഉസ്താദ്, അത്ര സമാധാനമാണ്. കക്കൂസിൽ പോയിട്ട് പുതിയ ഡിജിറ്റൽ ഐഡിയ 4G 5G ഓവർടേക്ക് ആക്കി ഐഡിയ എല്ലാം കിട്ടുന്ന കക്കൂസിലിരുന്നെങ്കിൽ. എന്റെ ഇടയ്ക്ക് ഒരാളായിട്ട് കക്കൂസിലോ എന്റെ മൊബൈലും ഉണ്ടോന്നേന്ന് കക്കൂസിലോ അപ്പൊ അയാൾ വേറെ ആരും മര്യാദക്ക് സമാധാനത്തിൽ ഇരുന്നിട്ട് ആരും കാണാത്ത പോലെ ഒത്താലേതായാലും വന്നില്ല. കക്കൂസിലെങ്കിൽ അതിന് ആരും ഇപ്പുറത്തൊന്നും എത്തി നോക്കാനില്ലല്ലേ. ഏതായിട്ട് അങ്ങനെയൊന്നും അവരുത്. ബാത്റൂമിൽ പോയാ പെട്ടെന്ന് തിരിച്ചു വരണം. പെണ്ണുങ്ങളെല്ലാം ചിലളിങ്ങനെ കുളിച്ചിട്ടായിട്ട് രണ്ടാമതും സുറൂന്ന് നീയത്തിച്ചിട്ട് വലിയ അശുദ്ധി ഓക്ക് മാത്രം വലിയ അശുദ്ധി, അതിനെ വേറെല്ലാവർക്കും അശുദ്ധിയാവാത്ത പോലെ പിന്നെയും കുളിക്കുന്ന ആളുകൾ. വിശ്വാസികൾ നല്ലതല്ല.
വൃത്തിയുണ്ടാകണം. വൃത്തി എന്ന് പറഞ്ഞാൽ വസ്വാസല്ല. അല്ല പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ല, തോർത്തിയിട്ട് കഴിഞ്ഞിട്ട് സുറൂന്ന് രണ്ടാമത് സുറൂന്ന് തോർത്ത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഇതെന്താ നിസ്കാരത്തിന്റെ പോലെ ഷർത്തും പറലൊന്നും ഇല്ല തോർത്തേന്. മൂത്രവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണമെന്നുള്ളതല്ലാതെ മൂത്രത്തെടി വരച്ച് തേക്കാൻ പാടില്ല എന്നുള്ളതല്ലാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്വാസല്ല, പിന്നെ സൂക്ഷ്മതയാണ്, വൃത്തിയാണ്. വീടും പരിസരവും വൃത്തിയാക്കണം, കക്കൂസുകൾ വൃത്തിയായി സൂക്ഷിക്കണം. എവിടെയും വെള്ളം തുറന്നു വെക്കാൻ പാടില്ല, വൃത്തിയുടെ ഭാഗമാണ്. നിങ്ങൾ പാത്രങ്ങൾ തുറന്നു വെക്കരുത്. അത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണമാണെങ്കിലും തുറന്നിട്ട് വെക്കരുത്. അതിനെ ബന്ദ് ചെയ്തിട്ടേ വെക്കാൻ പാടുള്ളൂ. നല്ലതാണ്. ഭക്ഷണങ്ങൾ, കറികൾ, വെള്ളം അത് കുടിക്കാനോ കുളിക്കാനോ ഉള്ളതാണെങ്കിൽ പോലും തുറന്നു വെക്കാതിരിക്കൽ നല്ലതാണ്. തുറന്നു വെക്കപ്പെട്ട സകലതിലും ശൈത്താൻ കുടിപാർക്കുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളൊക്കെ തൽബീസുൽ ഇബ്ലീസിലൊക്കെ ഉണ്ട്. ശൈത്താൻ അതുമായി പെരുമാറുന്നു, ശൈത്താൻ അതുമായി ഇടകലർത്തുന്നു. ശൈത്താൻ അതിൽ പല വിഷയങ്ങളിലും, ആ വെള്ളത്തില്, ആ ഭക്ഷണത്തില്, ആ കറിയില്. അതാണ് ഭക്ഷണം നേരത്തെ കൊണ്ടുപോയി വെക്കണ്ട. ഇരുന്ന ഭക്ഷണത്തിനുള്ള ബഹുമാനം, ആളുകൾ ഇരുന്ന ശേഷം ഫുഡ് കൊണ്ടുപോയി വെക്കലാണ് അതിന്റെ ബഹുമാനം എന്ന് പറഞ്ഞതും. അതിന്റെ കൂട്ടത്തിൽ അതിനെ മൂടി വെക്കാതിരുന്നാൽ ആ മൂടി വെക്കാത്ത ഭക്ഷണത്തിന്റെ ബറക്കത്ത് കുറയുന്നത് ശൈത്താനിന്റെ പെരുമാറ്റം കൊണ്ടാണ്. മൂടി വെക്കാത്തത് ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ്. മൂടി വെക്കണം എല്ലാത്തിനും. പെണ്ണുങ്ങളാണുങ്ങളൊക്കെ സൂക്ഷിക്കുക. പാലാണെങ്കിലും വെള്ളാണെങ്കിലും കുടിക്കുന്നതാണെങ്കിലും കുളിക്കുന്നതാണെങ്കിലും എല്ലാം മൂടി വെക്കുക എന്നുള്ളത് നല്ല സമ്പ്രദായമാണ്. അതൊരു വൃത്തിയുടെ ഭാഗവുമാണ്, കാവലിന്റെ ഭാഗവുമാണ്. അല്ലാഹുവേ നമുക്കെല്ലാവർക്കും ഖൈർ നൽകണം. അല്ലാഹ് ഏതുമാകട്ടെ നല്ല വൃത്തിയുണ്ടാകണം. വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായി, ഇടക്കടയൊക്കെ കുന്തിരിക്കുമ്പോ വീടും പരിസരമൊന്നും വൃത്തിയില്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഉണ്ടാവൂല. മഗ്‌രിബിനോട് അടുക്കുന്ന സമയത്ത് വീടിന്റെ വാതിലുകൾ അടച്ചിടുക. രാവിലെ നേരത്ത് തഹജ്ജുദിന്റെ വേളയിൽ സ്വർഗത്തിന്റെ കാറ്റടിച്ച് വീശുന്ന നേരങ്ങളിൽ വീട്ടിന്റെ ജനാലകളും വാതിലുകളും തുറന്നിട്ട് വെക്കുക. സ്വർഗീയ സുഗാഡംബരം അടിച്ചു വീശുന്ന ആ പ്രഭാത സമയമാ തഹജ്ജുദിന്റെ വേളയുടെ കാറ്റ് നമ്മുടെ വീടുകളും കയറി ഇറങ്ങട്ടെ. ഖൈറാണ്, ബറക്കത്താണ്, റഹ്മത്താണ്. അതൊന്നും റെഡിയില്ല. പോന്നെ തകിട് കൊണ്ടുവരുന്ന ഫുക്കുന്ന ഒരു ജാതി. അതുകൊണ്ട് മാത്രമായോ? വേണ്ടാന്നൊന്നും നമ്മൾ പറയുന്നില്ല. ആവശ്യമുള്ളത്രയൊക്കെ കൊണ്ടുവന്നോളി. ഇതിന്റെ ഇടയ്ക്കൊരാള് ഭയങ്കര ബേജാറ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്റെ ബേജാറെന്തല്ലോ ഉസ്താദ്? പിന്നെ ആയാലും എന്ത് ബേജാറ് ഉസ്താദ്? എന്റെ വൈഫിന്റെ എന്റെ ഭാര്യന്റെ ഒരു ജിന്നുണ്ടായി. ഈ ജിന്നിനെ വേറെ ഈസ്മിന്റെ ആള് കട്ടോണ്ട് പോയി ഉസ്താദ്. അയാളെ ബേജാറാണ്. എങ്ങനത്തെ എല്ലാം ബേജാറ്? അയാളെ ഭാര്യക്ക് ഇവിടെ നോക്കിയിട്ട് ഒരു ജിന്നുണ്ടായി, അതിനെ വേറെ ഈസ്മിന്റെ ആള് വന്നിട്ട് എന്തെല്ലാം തകട വകടാക്കിയിട്ട് അയാൾ കട്ടോണ്ട് പോയി നിന്നു. അപ്പൊ എങ്ങനത്തെ കട്ടോണ്ട് പോകുന്നുണ്ട്? പണ്ടല്ല പൊന്ന് കക്കുന്ന മറ്റത് കക്കുന്നതിനെ കെട്ടി ജിന്ന് കക്കുന്നതല്ല അല്ലെ? ഇങ്ങനത്തെ അവസ്ഥയാണ്. ഇന്ന് പലതുമാണ് അന്ധവിശ്വാസങ്ങൾ. വിശ്വാസിക്കേണ്ടത് ദിക്ർ ഹൽഖ മജ്ലിസുകൾ നന്മയാണ്, ശാന്തിയാണ്, സമാധാനമാണ്, ഖൈറാണ്, ബറക്കത്താണ്. അതിലൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ മുട്ട കണ്ടങ്ങനെയായി ആർട്ടവയിലാവും അല്ലെ? മുട്ടയുടെ പണ്ട് ആരെന്നോ കയ്യിൽ നിന്ന് പിള്ളേരെ ഒരു വീട്ട് കിട്ടിയ മുട്ട പറമ്പിന്റെ മുറ്റത്ത് കിട്ടിങ്ങുമായി പിറ്റേ തന്നെ തുടങ്ങും. നെഞ്ഞ് വലിച്ച പോലാണ്, കൈ കാലിൽ അടിയിൽ വലിച്ച പോലാണ്, മുകളിൽ കത്തിയ പോലാണ്. എന്തുമില്ല. ഈ രൂപത്തിലാവരുത്. സംശയരോഗങ്ങളാവരുത്. ഏതുമാകട്ടെ വീട് വൃത്തിയാക്കുക, വീടിന്റെ പരിസരം വൃത്തിയാക്കുക, തടി വൃത്തിയോടെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാണുന്നിടത്ത് എന്തൊക്കെ മേക്കപ്പാണ്, മുഖത്ത് എന്തൊക്കെയാണ് വാരി വലിച്ച് തേക്കാനുള്ളത്. വെളുത്തിട്ട് ഫാറാതെല്ലാം തീർച്ചയാൾക്ക് തേച്ച് വെളുത്ത് നോക്കുമ്പോ ഒറ്റ കിഡ്നി അങ്ങ് അടിച്ചുപോയി, ലിവർ അങ്ങ് അടിച്ചുപോയി. ഈ രൂപത്തിലുള്ള കെമിക്കൽ മിശ്രിതമായ പല വസ്തുക്കളും ഇന്നും മാർക്കറ്റിലുണ്ട്. ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ അതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യണം. സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞ് ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. സൗന്ദര്യം റബ്ബിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വെളുപ്പിഷ്ടമാണെന്നല്ല. ഉള്ളും പുറവും വൃത്തിയാക്കുക, ഖൽബ് ശുദ്ധമാക്കുക, തടി വെടുപ്പോടെ സൂക്ഷിക്കുക, നല്ല വൃത്തി ഉണ്ടാവുക എന്നുള്ളതാണ്. വെളുത്തിട്ട് കിഡ്നി പോയോൻ, മുഖം വെളുത്തിട്ട് എന്ത് കാര്യം? ലിവർ അടിച്ചു പോയോൻ. രാത്രിയെല്ലാം ചില ബാലക്കാറ് ബാലക്കാറ്റ് പിള്ളറ ഉറക്കുന്ന വിട്ട് എണിച്ചിട്ട് വന്നെങ്കിൽ ആർട്ട് ബാധ്യമുള്ളവർ ബ്ലോക്ക് ഫൈലായിട്ട് പോകും. അങ്ങനത്തെ അല്ല, തേച്ച് വലിച്ചിട്ടല്ല ഭാര്യ വലിച്ചിട്ട് അല്ലെ? 10 ദിവസം കൊണ്ട് വെളുക്കാൻ, 5 ദിവസം കൊണ്ട് വെളുക്കാൻ.
ഇന്നതെല്ലാം പണ്ടെല്ലാം ചെറുപ്പകാലത്തെല്ലാം ഉണ്ടായ ചില ആളുകൾ വീല് സോപ്പിട്ടിട്ട് ചേരിയിൽ മറ്റേ തേങ്ങാന്റെ ചേരിയിൽ 40 വരച്ചെങ്കിലും വെളുക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് കാലം ഉണ്ടായിരുന്നു. അന്ന് പരവധി അല്ലേ? അങ്ങനെ ചെറുപ്പത്തില് ഇങ്ങനെ കുറെ ഇങ്ങനെ നെറ്റിയിൽ ഉಗುರು കൊണ്ട് വരച്ചിട്ട് ചോര വന്നത് അള്ളാനെ കാണുന്നെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പണ്ട് ഇങ്ങനെ കുത്തിയിട്ട് വലിച്ച ആളുകളൊക്കെ ഉണ്ടായത്. അള്ളാനെ കാണുന്നത് അങ്ങനെ ആരോഗ്യം പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെ പരമ്പരയായിട്ട് പണ്ടുള്ള പെണ്ണുങ്ങളെല്ലാം പറയലുണ്ടായിരുന്നു, തേങ്ങ തിന്നങ്ങ മംഗളത്തിന് മഴ വരുന്നു. അല്ലല്ലോ സാർ അല്ലെ, തേങ്ങ തിന്നങ്ങ മംഗളത്തിന് മഴ വരുന്നു. അപ്പൊ അതിന്റെ കഥ അന്വേഷിച്ച് നോക്കുമ്പോ പണ്ട് ഈ തേങ്ങ തിന്നല്ലേ ഇസ്മിനല്ലേ ഉപയോഗിക്കുന്ന തേങ്ങ അല്ലേ? ഇസ്മിനല്ലേ തേങ്ങ ഇടുന്നത്? പിന്നെ കറിക്ക കറിനാട്ടി യാറെ പോന്ന ഇസ്മുനി തേങ്ങ അല്ല. അപ്പൊ ഈ തേങ്ങ പണ്ട് പൈസക്കാരന്റെ പേരിൽ മാത്രം തേങ്ങ ഉണ്ടായ, തേങ്ങന്റെ ചാറ് വെക്കുന്നില്ലെങ്കിൽ വലിയ വിശേഷം. അതൊരു മംഗളത്തിന മൗലൂദിന റാത്തീബിന തേങ്ങന്റെ ഒരു ചാറ് വെച്ചെങ്കിൽ നാടിടി മണക്കുന്ന പോലത്തെ ചാറ്. പാപത്തിന്റെ ഒന്നും തേങ്ങ എന്തില്ല. പാവങ്ങളെ പെരക്കി എപ്പോഴെങ്കിലും ഒരു തേങ്ങ, മാസത്തിലൊരു തേങ്ങ ഇട്ട് കൊണ്ടുവന്നിട്ട് പണ്ട് പെണ്ണുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഉമ്മ തേങ്ങ ചേർക്കുമ്പോ മെല്ലെ എടുത്ത് എണിച്ചോണ്ട് പോയിട്ട് ബാഗ് ഇട്ടിട്ട് ഒരു പോകും. അപ്പൊ ഇതിനെ നിർത്താൻ എന്തെന്താക്കിയെങ്കിലും പെണ്ണുള്ളവർക്ക് ഈ തേങ്ങ എന്നെല്ലാം പറഞ്ഞ ചില ആൾക്ക് ഒരു ഹരാണ്. നിങ്ങൾ ഈ ബീഡി വലിക്കുന്ന ആൾക്ക് സിഗരറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. ഓന് ബീഡി തന്നെ വലിക്കണം ഒരു സമാധാനാണെങ്കിൽ അല്ലേ? പണ്ട് അങ്ങനെ ഉണ്ടായി. പെണ്ണുപിള്ളറിൽ അരി തിന്നുന്ന ഒരു അസുഖം ഭയങ്കര ഉണ്ടായിരുന്നു പണ്ട്. അരി വറുത്തിട്ട് അരി തിന്നതുകൊണ്ട് പ്രശ്നമല്ല, പച്ചയോട് അരി തിന്നുന്നത് അല്ലാഹു അലം ഡോക്ടർമാരെല്ലാം പറഞ്ഞ് തിന്നാൻ പാടില്ല എന്നാണ് അന്നത്തെ ഡോക്ടർമാരൊക്കെ. അപ്പൊ അരി ഇങ്ങനെ തിന്നു. അത് കിട്ടാത്ത തേങ്ങ എടുത്താൽ തേങ്ങക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്. കാരണം നമ്മളിപ്പോ തേങ്ങ വിപുലമായിട്ട് കിട്ടാനില്ല, അവർക്ക് ലോളിപ്പോപ്പില്ല, അവർക്ക് മറ്റേ ഐസ്ക്രീമുകളില്ല, പിന്നെന്ത് കല്യാണ പ്രായത്തിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ നടക്കുമ്പോ തേങ്ങ ഇങ്ങനെ എടുത്തിട്ട് വായിലിടും. അപ്പൊ തേങ്ങ വായിലിടുമ്പോ എന്ത് പറഞ്ഞിട്ട് നിർത്താൻ വകുപ്പൊന്നുമില്ല. അങ്ങനെ ആരോ ഒരാൾ തുടങ്ങി വെച്ച് ഈ മംഗളത്തിന് മഴ വരുന്നതെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പണ്ട് മംഗളത്തിന് മഴ വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഒരു മര്യാദ പ്രശ്നം പോലെ മംഗളത്തിന് മഴയെല്ലാം വന്നിട്ട് പുതിയാപ്പിള കുന്നിന്റെ മുകളിൽ ഉരുണ്ടോണ്ട് വന്നിട്ട് പെണ്ണിന്റെ ഓട്ടിന്റെ തന്റെ ഉള്ളിലേക്ക് വീണ്ടെന്നെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ടല്ലേ? അള്ളാഹു അലം. അങ്ങനെ ജാറിയിട്ടല്ല വലിയ വലിയ കുഗ്രാമത്തിന്റെ ഉള്ളിലെല്ലാം പോയിട്ട് മഴക്കാലത്ത് പൊരന്റെ മംഗളത്തിന് മഴയെല്ലാം വന്നെങ്കിൽ ആകെ ചേറായിട്ട് പുതിനായിട്ട് ജാറിട്ട് വീണ്ട സ്റ്റോറി ഇങ്ങനത്തെ പണ്ടല്ല സ്റ്റോറി. ഇപ്പൊ ഒഴിച്ചിട്ട് ഓന്റൊക്കെ പോയി നല്ല ഈ പണ്ടെല്ലാം കേട്ടോണ്ടാണല്ല അടുത്ത പുതിയ ആപ്പിള് ജാറിയിട്ട് വീണിട്ട് കാല് കൊഴിഞ്ഞാല് വീട്ട പുതിനായിട്ട് വീണിട്ടോളെ മുസ്ലിംലേക്ക് അടിച്ച് ഇങ്ങനത്തെ എല്ലാം കേട്ടോണ്ടായപ്പോ പണ്ടത്തെ പെണ്ണുപിള്ളർക്കെല്ലാം മംഗളത്തിന് മഴ വരുന്നതിലേക്ക് ഭയങ്കര ബേജാറ്. അപ്പൊ ഉമ്മാന്റെ ഒരു ഐഡിയ ആക്കി, ഇതാ തേങ്ങ തിന്നെങ്കിൽ മംഗളത്തിന് മഴ വരുന്നത്. അങ്ങനെ തേങ്ങ തിന്നത് കുറച്ച്. അപ്പൊ ഇപ്പൊ എന്താക്കണോ? ഇപ്പൊ 10 മാസമായി മഴ വരുന്നത്, നിന്നിട്ടില്ല. അപ്പൊ എത്ര തേങ്ങ തിന്നിട്ട് വേണം എല്ലാവരും? അങ്ങനെയാ തേങ്ങ ഒരു ചോറ് തിന്നുന്നല്ലേ ഇപ്പത്തെ മക്കൾ അല്ലേ? മൊബൈൽ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, പുതിയ ഹൈഡ് ചെയ്യപ്പെട്ട ആപ്പുകൾ. ഉപ്പക്കറിയില്ല, ഉമ്മക്കറിയില്ല എന്റെ പൊന്നുമോൾ എവിടെയാണെന്നുള്ളത്. എന്നിട്ടാ തേങ്ങ പറ്റി തേങ്ങട്ട ചാറ് കൂട്ടുന്ന എന്തില്ല, കബാബ്, ചിക്കൻ, അത് ഇതന്നെ. വേറൊരു ഫിഷ്, മീൻ തിന്നണം. മീൻ ആഹാരത്തിൽ ചേർക്കണം. മീൻ നല്ലതാണ്, കാൽസ്യമാണ്. മത്തി പോലെയുള്ള മീനുകൾ തന്ന വിറ്റാമിൻ D3 കൂടുകയാണ്, കാൽസ്യം കൂടുകയാണ്. അതുപോലെ മത്തി പോലെയുള്ള മീനുകൾ ധാരാളം തിന്നണം. നല്ലതാണ്, തടിക്ക് നല്ലതാണ്, കാലിന് നല്ലതാണ്, കൈക്ക് നല്ലതാണ്, എല്ലുകൾക്ക് ബലം കൂടാൻ, പല്ലുകൾക്ക് ബലം കൂടാൻ, മുടി വളരാൻ. പെണ്ണുങ്ങൾ തിന്നണമെങ്കിൽ മുടി വരുന്നതാണ്, അല്ലെങ്കിൽ വെളുക്കുന്ന ചന്താന്ന് പറയും. ഇത് രണ്ട് പറഞ്ഞെങ്കിൽ എന്തോ ആക്കാനും റെഡി. ഇതിന്റെ ഇടയ്ക്ക് ഒരു പെണ്ണോട് വിട്ട് കട്ടൻ ചായ കുടിക്കുന്നില്ല, കട്ടൻ ചായ കുടിച്ചെങ്കിൽ കറക്കുന്നു, കട്ടൻ ചായ കുടിച്ചെങ്കിൽ കറക്കുന്നു. അപ്പൊ പണ്ടത്തെ നമ്മളെ കട്ടൻ ചായ കുടിച്ചിട്ട് കുറച്ചെല്ലാം കറുത്തിന് ആയെങ്കിലും ഒരു പറയുന്നത് എന്താ ഒരു നാൾ ആ രൂപത്തിലാണോ? അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് മുത്തുമുമ്മിനീങ്ങളെ നല്ല ശീലങ്ങൾ ഉണ്ടാകണം, തടി വൃത്തിയാക്കണം. ശരീരമാസകലം ഉള്ളും പുറവും കാണുന്നിടത്തും കാണാത്തയിടത്തും നല്ല വൃത്തിയോടെ മദ്രസയിലേക്ക് അയക്കുന്ന മക്കള് വൃത്തിയോടെ മദ്രസയിലേക്ക് അയക്കുന്നവരാകണം. മദ്രസയിലേക്കല്ല അയക്കുമ്പോഴാണ് ഉമ്മാരുടെ വൃത്തി അറിയുന്നത്. കല്യാണത്തിന് പോകുമ്പോഴുള്ള മോനല്ല, സ്കൂളിൽ പോകുമ്പോഴുള്ള മോനല്ല, മദ്രസക്ക് പോകുമ്പോ ഒരു കുടുക്കുട്ടായ ഒന്ന് മീത്ത വന്ന വീറപ്പന്റെ മീസ എടുത്തിട്ടില്ല, വെളുത്തിട്ട് അങ്ങനെ ഉണ്ട്. ആ രൂപത്തിൽ മൂക്കുന്ന വലിച്ചത് ഒരു സൈഡിലേക്ക് അപ്പുറത്തേക്ക്, ഒരു സൈഡിലേക്ക് ഇപ്പുറത്തേക്ക് വലിച്ചത് അതുകൊണ്ട്. ഈ രൂപത്തിൽ ഉമ്മാർക്ക് സ്കൂളിലേക്ക് പോകുമ്പോ നല്ല മയ്യിട്ടിട്ട്, നല്ല പൊട്ടിട്ടിട്ട്, നല്ല സെട്ടപ്പോടെ കെട്ടപ്പോടെ അയക്കുകയാണ്. കാരണം ഈ ഉമ്മാക്കുള്ള താല്പര്യം ഇതിനോടാണ്, അതിനോടല്ല, ദീനിനോടല്ല, ഖുർആനിനോടല്ല, കിതാബിനോടല്ല, മദ്രസയോടല്ല, ഉസ്താദുമാരോടല്ല. ഈ ഭൗതികമായ അങ്ങനെ അവരത് നല്ല വൃത്തി, നല്ല കൾച്ചർ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പടർന്നു കൊടുക്കുന്ന ആശയം വളരെ മനോഹരമാക്കിയെടുക്കണം. നല്ല വൃത്തിയോടെ നല്ല വൃത്തി ഉണ്ടാകണം. ആണും പെണ്ണും വൃത്തി ഉണ്ടാകണം. ഇതിന്റെ ഇടയ്ക്ക് ഒരു പഞ്ചായത്തിലേക്ക് പോയിട്ടാകുമ്പോ ഓള് പെണ്ണ് പറയുന്നത് വേണ്ട ഉസ്താദ്. ഞാൻ നല്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, വേണ്ട ഓന്റെ ഒഴിവാട്ടെ വേണ്ട.
ഞാൻ എന്ത് കാരണം ഫസ്റ്റ് പറഞ്ഞില്ല, ലാസ്റ്റ് ചെല്ലി ഉസ്താദ് കുളിക്കുന്നില്ലേ ഇല്ല ആര് കുളിക്കുന്നേ ഇല്ല. അതല്ല പോട്ടെ, മുടിയെടുത്തിട്ട് കുളിക്കുന്നില്ല ചെല്ലി എന്താക്കുന്നത്? മുടിയെടുത്തിട്ട് മുടിയപ്പം കൊരിക്കല്ല എടുക്കല്, എപ്പോഴും മുടിയെടുക്കുന്ന ഈ എപ്പം കൊരിക്ക മുടിയെടുത്തെങ്കിൽ പോലും കുളിക്കുന്നില്ല ഉസ്താദ്, ഞങ്ങൾക്ക് വേണ്ട. ഈനോൾ ആരോട് പറയലും? പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് കുറച്ച് ആണുങ്ങളെയും പറയാം. അപ്പൊ എന്താക്ക, നല്ല വൃത്തി ഉണ്ടാക്ക, നല്ല വൃത്തി. ഞമ്മക്കറിയുന്നില്ല, ഞമ്മ സംസാരിക്കുമ്പോ നമ്മുടെ വായിൽ നിന്ന് ബാഡ് സ്മെല്ലാണോ ഞമ്മക്കറിയുന്നില്ല. ചില ആൾ ഞമ്മ മുണ്ടുമ്പോ ദൂരെ പോകുന്നത്, നിക്കപ്പോ നീ ഓടൊക്കെ വന്നിട്ട് അവനെ പിടിച്ചോണ്ട് പോകണ്ട, നമ്മളെ ബായി നാറിയിട്ട് ബായിനപ്പുറം അങ്ങനെ വിചാരിച്ചോണ്ടെങ്കായി. പണ്ട് നല്ല നല്ല മനുഷ്യന്മാരല്ലോ വിഷയം പറയുമ്പോ ടവല് കൊണ്ട മറ്റേ പൊത്തിയിട്ടൊക്കെ സംസാരിക്കുന്നത് ഒക്കെ നല്ലതാണ്, സൂക്ഷ്മതയാണ്. നമ്മൾ ചിലപ്പോ അപ്പൊ ഞങ്ങൾക്ക് നമ്മ പരേന്ന് വരുമ്പോ ബ്രഷൽ ആക്കിയിട്ട് വന്നതിനല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ നേരം ഉണ്ടാതിരുന്നാൽ തകയുറാകും, ചിലപ്പോ സ്മെല്ല് വരാനിടയുണ്ട്. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇടക്കടെ പല്ല് തേക്കുക, നഖങ്ങളൊക്കെ വൃത്തിയാക്കുക, താടിമീശയൊക്കെ വൃത്തിയായി വെട്ടിച്ചുരുക്കി വൃത്തിയോടെ വെക്കുക. എല്ലാം വൃത്തിയാക്കേണ്ട എല്ലാ ഇടങ്ങളിലും മനോഹരമായി വൃത്തിയാക്കി നല്ല തേച്ചുരച്ച് കുളിക്കുക. എപ്പോഴല്ലെങ്കിലും നല്ല വൃത്തിയോടെ. ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ ശീലിക്കുക. പെണ്ണുങ്ങളുടെ വേഷവിധാനം അങ്ങനെ തന്നെ ആയിരിക്കുക. ആ ഇട്ട നൈറ്റിയത് പിന്നെ മാറ്റാനില്ലാത്ത പോലത്തിൽ എല്ലോ അതിലെന്നെ ആ രൂപത്തിലാകാതെ നല്ല വേഷവിധാനം. മംഗളത്തിന് പോകുമ്പോ എന്ത് കെട്ടപ്പോ അല്ലെ, മെരിച്ചെടുത്തേക്ക് പോകുമ്പോൾ പോലും ലിഫ്റ്റിക്ക് ഇടുന്ന പെണ്ണുങ്ങൾ ഇടുന്നുണ്ടാലോ. ടൗൺ ഏരിയകളുടെ വിഷയമല്ല പറയുന്നു. മംഗളത്ത് മെരിച്ചെടുത്തേക്ക് പോകുമ്പോഴും പൗഡർ ഇട്ടിട്ട് പോകുന്നത് എന്തിനീ? മയ്യത്ത് കണ്ടിട്ട് പേടി കെട്ടു. മെരിച്ചേരത്തേക്ക് പോകുമ്പോഴും പൗഡർ ഇതെല്ലാം ഇട്ടിട്ട് ക്രീം എല്ലാം ഇട്ടിട്ട് പോന്നെങ്കിൽ പിന്നെ ഒരവസ്ഥ എന്തെന്ന് നമുക്ക് പറയാനുള്ളത്. മെരിച്ചേരത്തേക്ക് പോകുന്ന ഒരു ബേജാറിൽ കണ്ണോക്കിന് അടുത്ത സംബന്ധമുള്ളിടത്തേക്കല്ല പോന്നെ. ആർക്ക് പോകുമ്പോഴും ക്രീമും പൗഡറെല്ലാം ഇട്ടിട്ട് നല്ല ബാഗെല്ലാം ഇട്ടോണ്ട്, ഈ ബാഗിൽ എന്തിന്റെ 4 പാമ്പേഴ്സും 2 കുപ്പി ഇതില്ല ബാഗിൽ. ബാഗ് ഇട്ടോണ്ട് പോകുമ്പോൾ 100 പോണ്ട് പൊന്ന് എത്തിക്കൊണ്ട് പോകുന്ന 10 അങ്ങനത്തെ പോക്ക് അല്ല. നല്ല വൃത്തിയോടെ എപ്പോഴും നല്ല വീട്ടിൽ ഒരു പെണ്ണായവളുടെ വൃത്തിയും സൗന്ദര്യവും സന്തോഷവും കാണേണ്ടത് അവളുടെ ഭർത്താവായവളാണ്, അവന്റെ മുമ്പിലാണ്. ഒരാണായവൻ അണിഞ്ഞൊരുങ്ങേണ്ടത് അവളുടെ ഭാര്യയുടെ മുന്നിലാണ്. പിന്നെ പള്ളിയിൽ നിസ്കാരത്തിന്, പെരുന്നാളിന്, മറ്റുള്ള സംരംഭങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ്. നല്ലോണം കാത്തു സൂക്ഷിക്കണം. അല്ലാഹു തആല വൃത്തിയോടെ, നല്ല വൃത്തിയോടെ ജീവിച്ച് ഇസ്സത്തോടെ മുസ്ലിമായി ജീവിച്ച് ഇസ്സത്തോടെ മുഅ്മിനായി മരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണം. പുറം നല്ല ശുദ്ധിയാക്കണം, വീട് നല്ല വൃത്തിയാകണം, പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം, ബാത്റൂമുകളെല്ലാം വൃത്തിയോടെ സൂക്ഷിക്കണം. കിച്ചനുകൾ എപ്പോഴും ആര് വന്നാലും ഇല്ലെങ്കിലും അല്ലെ, അങ്ങനല്ലേ, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും വൃത്തിയോടെ സൂക്ഷിച്ചാൽ അവിടെ ആരില്ലെങ്കിലും റഹ്മത്തിന്റെ മാലാഖമാർ, റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് വീടും പരിസരവും നീ വൃത്തിയാക്കി ഇടക്കടെ ഒന്ന് കുന്തിരിക്കം പുകച്ച് അല്ലെങ്കിൽ ലോബാൻ പൊതിച്ച് വീട്ടിന്റെ പരിസരങ്ങളിലുള്ള മോശമായ സ്മെല്ലുകൾ ദൂരത്താക്കി നല്ല ചെടികൾ നട്ടുപിടിപ്പിച്ച് പ്രാണികൾ എന്തെങ്കിലും വീട്ടിൽ വളർത്തി വൃത്തിയോടെ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണം. മറ്റൊന്ന് നമ്മുടെ ആന്തരികമായ വൃത്തിയാണ്. ഉസ്താദ് ഇവിടെ ഓതി വെച്ചല്ലോ, സലീമായ ഖൽബ്. നമ്മുടെ ഖൽബിൽ അസൂയയില്ല, അഹങ്കാരമില്ല, പകയില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഒന്ന്. അതിന്റെ കൂടെ അമറനി ബിഹുബ്ബിൽ മസാക്കീൻ, ഹബീബ് തങ്ങൾ പറഞ്ഞു പാവങ്ങളെ ഹുബ്ബ് വെക്കണം. കൽബിന് വിനയം വരാൻ, കൽബ് സോഫ്റ്റ് ആവാൻ, കൽബ് പ്രകാശിക്കാൻ പാവങ്ങളെ സ്നേഹിക്കുക. ഇന്ന് ഫാമിലി, കുടുംബം എന്നെല്ലാം പറഞ്ഞെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമായി പോയി, പൈസക്കാർ മാത്രം സംബന്ധമായി പോയി, പൈസക്കാർക്ക് മാത്രം എല്ലായിടത്തും ബഹുമാനം, പാവപ്പെട്ടവരാർക്കും വേണ്ട, പാവപ്പെട്ടവൻ ആരും അല്ലെ. ഇന്നിപ്പോ ഷെയ്ക്കാണ്ട് ചെയ്യുന്നിടത്തെല്ലാം വ്യത്യാസമുണ്ട്. പൈസക്കാരന് കൊടുക്കുന്ന കൈ അത് 1.5 കൈ കുടിച്ചിട്ട് കുലുക്കിയിട്ടെല്ലാം പിടിച്ചതല്ല. ഒരു പിടിക്കലും കുലുക്കലും ഒരു ആളാകലും. പാവപ്പെട്ടവൻ ഇങ്ങോട്ട് വരുമ്പോ ഇസ്ലാം ആടെ തന്നെ ടാട്ടാക്കി കളക്കുന്ന പോ, നീ പറഞ്ഞു ഇങ്ങോട്ട് കയ്യൊന്നും തരാൻ പറഞ്ഞ അങ്ങനെയാ അവരത് പാവങ്ങളെ സ്നേഹിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലൊരു സ്വലാത്ത്, സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.
പാവപ്പെട്ടവനായി ജീവിച്ച് പാവപ്പെട്ടവരായി മരിച്ച് പാവങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ റബ്ബിനോട് ദുആ ചെയ്ത ഒരേ ഒരു നേതാവ്, മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിച്ച് മിസ്കീന്മാരുടെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് പ്രാർത്ഥിച്ച നേതാവ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പാവങ്ങളുടെ മഹത്വം. നാളെ റഅയ്തുൽ ജന്ന, ഞാൻ സ്വർഗം കണ്ടു. ഫകാന അമ്മത്തു മൻ ദഖലഹാ, സ്വർഗത്തിൽ കൂട്ടം കൂട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നത് അൽ മസാകീൻ, പാവങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവങ്ങൾക്ക് മഹത്വമുണ്ട്. പാവങ്ങളെ സ്നേഹിച്ചോ, പാവങ്ങളെ ഇഷ്ടം വെച്ചോ, അവരോട് നീ അടുത്തോ. അമറനീ അന്നൻദുറ ഇലാ മൻ ഹുവ ദൂനീ,